എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യെസ്, ഓക്കെ. സോ അപ്പൊ ഇന്ന് നമുക്ക് BNS സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പൊ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാന് നിങ്ങളുടെ കയ്യിൽ ബെയർ ആക്ട് ഉണ്ടല്ലോ അല്ലെ? എല്ലാവരുടെയും കയ്യിൽ ബെയർ ആക്ട് ഉണ്ടല്ലോ അല്ലെ? എല്ലാവരുടെയും കയ്യിൽ ബെയർ ആക്ട് ഇല്ലേടെ? BNSന്റെ ബെയർ ആക്ട് ഇല്ലേ? ആ, ബെയർ ആക്ട് വേണം കേട്ടോ. യെസ്, അപ്പം നമുക്ക് പല കാര്യങ്ങളും എന്താണ് കൃത്യമായിട്ട് നോക്കി പഠിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ വി വിൽ സ്റ്റാർട്ട് ഫ്രം ദി ബേസിക്സ് അല്ലെ? യെസ്. അപ്പം ഇതിൽ ഈ APP കാരല്ലേ എല്ലാവരും? എല്ലാവരും APP കാരല്ലേ? എന്റെ നെറ്റാണോ നിങ്ങളുടെ നെറ്റാണോ? കട്ടാകുന്നത് എന്റെ നെറ്റാണോ നിങ്ങളുടെ നെറ്റാണോ? സ്ലോ ഉണ്ടല്ലേ? ഇപ്പൊ ഓക്കെ ആണോ എന്ന് നോക്കണേ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെ പറയണേ. അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ. യെസ്, അപ്പൊ റെയിൽവേയുടെ ആൾക്കാരുണ്ട്. എല്ലാത്തിനും നമുക്ക് എന്ത് പഠിച്ചേ പറ്റുള്ളൂ? BNSഉം BNSSും ഒക്കെ പഠിച്ചേ പറ്റുള്ളൂ. സോ വി വിൽ സ്റ്റാർട്ട് ഫ്രം ദി ബോട്ടം. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. സോ നമുക്കറിയാം ദ ഫണ്ടമെന്റൽ തിങ്. ഓക്കെ, കുറച്ച് നിങ്ങൾക്ക് നോട്ടോ സ്ലൈഡോ ഒക്കെ തരുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്നൊന്നും അറിയണമല്ലോ. യെസ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രൈമിനെ കുറിച്ചും ക്രിമിനൽ നിയമങ്ങളെ കുറിച്ചുമാണ് അല്ലെ? ക്രൈമിനെ കുറിച്ചും ക്രിമിനൽ നിയമത്തെ കുറിച്ചുമാണ്. ഇതിൽ ആരും എഴുതണ്ട, ഇതിൽ എഴുതാൻ ഞാനുണ്ട്. ഓക്കെ, സോ വാട്ട് അക്കോർഡിംഗ് ടു യു ഈസ് എ ക്രൈം? നിങ്ങളുടെ കണക്ക് കൂട്ടലിൽ ഒരു ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രൈം അല്ലെങ്കിൽ ഒരു ഒഫൻസ്. ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഒരു നിയമപരിജ്ഞാനമുള്ള വ്യക്തികൾ എന്ന നിലയിൽ ക്രൈം അല്ലെങ്കിൽ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ്? യെസ്, പറയൂ. അതിൽ എഴുതല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ എഴുതുന്നത്. നിങ്ങൾ എഴുതേണ്ടതില്ല, ഞാൻ എഴുതിക്കോളാം. യെസ്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുക. വാട്ട് അക്കോർഡിംഗ് ടു യു ഈസ് ക്രൈം ഓർ ഒഫൻസ്? ഇപ്പൊ ഇതിലിപ്പോ ആരാ ഉള്ളത്? ടെസ. യെസ്, ടെസ. ടെസ പള്ളിയിലൊക്കെ പോകുന്നതാണോ? പള്ളിയിലൊക്കെ പോകാറുണ്ടോ ടെസ? ടെസനെ കാണാനില്ലേ? ടെസ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകാറുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഉണ്ട്. അപ്പം ഒരു ഞായറാഴ്ച, യെസ് യെസ്, അപ്പം ഒരു ഞായറാഴ്ച ടെസ പള്ളിയിൽ പോയില്ല. അതൊരു ഒഫൻസ് ആണോ? അതൊരു ഒഫൻസ് ആണോ? സിന്നാണോ? അതൊരു ഒഫൻസ് ആണോ സിന്നാണോ? അതെന്താ സിന്നാവുന്നത്? വൈ? ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് പോയില്ല, അത് ഒരു ഒഫൻസ് അല്ല, അതൊരു സിന്നാണ്. അപ്പൊ നമുക്കറിയാം ദർ ഈസ് സംതിങ് ഇല്ലേ ദാറ്റ് ക്രിയേറ്റ്സ് എ മാർജിൻ ഓർ ക്രിയേറ്റ്സ് എ ബോർഡർ ലൈൻ ബിറ്റ്വീൻ ഒഫൻസ് ആൻഡ് സിൻ. ഒഫൻസിന്റെയും ഇത് ആരുടെ ഇതാ കളിക്കുന്നത്? ഞാൻ ഒരു തവണ പറഞ്ഞതാ കളിക്കരുതെന്ന്. ഒഫൻസ് എഗെയിൻസ്റ്റ് സൊസൈറ്റിയാണ്. ശരി, ഒഫൻസ് ഒരു ആക്ട് എഗെയിൻസ്റ്റ് സൊസൈറ്റി ആണെന്നാണ് പറയുന്നത്. യെസ്, ശരി. എന്റെ വീട്ടിലുള്ള ഒരു പട്ടീനെ അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ഒരു പശുവിനെ ഞാൻ തല്ലിക്കൊന്നു. അപ്പൊ സൊസൈറ്റിക്കാര് നഷ്ടമൊന്നുമില്ലല്ലോ. അതൊരു ഒഫൻസ് ആണോ സിന്നാണോ? അപ്പൊ തെറ്റിയില്ലേ? യെസ് യെസ് യെസ്, അതാ
ദർ ഈസ് സംതിങ്, അത് കൃത്യമായി പറയുന്നത് നമ്മുടെ CRPC ഉണ്ടല്ലോ, CRPC. നമ്മുടെ CRPC 2N. ഓക്കെ, CRPC 2N. യെസ്, അതൊന്ന് വായിച്ചേ. യെസ്, CRPC 2N ഒന്ന് വായിച്ചേ. യെസ്, എന്താ CRPC 2N പറയുന്നത്? യെസ്, 2 സബ് ക്ലോസ് N ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. CRPCയുടെ 2 സബ് ക്ലോസ് N. യെസ്, എനിവൺ? അല്ല, BNSS അവിടെ നിൽക്കട്ടെ, BNSSലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ അത്രയും ഫാസ്റ്റ് ആവണ്ട. ഞാൻ പറഞ്ഞല്ലോ, വി വിൽ സ്റ്റാർട്ട് ഫ്രം ദി ബേസിക്സ്. ഏറ്റവും ബേസിക്കിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുക കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ CRPCയിലെ ചില സെക്ഷൻസിനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. യെസ്, പറയൂ. 2N ഓഫ് CRPC. വേഗം പറ, വേഗം പറ. യെസ്, ആരുടെയും കയ്യിലുണ്ടോ? പെയർ ആക്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. An offense. Yes, an offense is an act or omission punishable by law. കൃത്യമായി പറയുന്നുണ്ട്. എന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നു. ഒഫൻസ് എന്ന് പറയുന്നാൽ an offense is an act. ഒന്നെങ്കിൽ ഒരു പ്രവൃത്തിയാകാം, ഇറ്റ് ക്യാൻ ബി ആൻ ആക്ട്, ഓർ ഒമിഷൻ, അല്ലെങ്കിൽ ഒമിഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷ. മലയാളത്തിൽ ഉപേക്ഷ എന്ന് പറയും. ആരാ ഈ സാവി അക്കാഡമി? Who is doing that? യെസ്, അപ്പൊ മലയാളത്തിൽ നമ്മള് ഉപേക്ഷ എന്നാണ് പറയുക. ഉപേക്ഷ. അപ്പൊ മലയാളത്തിൽ നമ്മൾ ഉപേക്ഷ എന്നാണ് പറയുക. എന്താണ് ഈ ഉപേക്ഷ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ അതൊരു ആക്ട് ആയിരിക്കണം, ഒരു പ്രവൃത്തി ആയിരിക്കണം. അതല്ല എങ്കിൽ അതൊരു ഒരു 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 ഉപേക്ഷയായിരിക്കണം, ഒരു ഒമിഷൻ ആയിരിക്കണം. സോ കൈൻഡ്ലി ക്ലാരിഫൈ മൈ ഡൗട്ട്. വാട്ട് ഡസ് ദാറ്റ് ഉപേക്ഷ മീൻ? ഉപേക്ഷ എന്നതുകൊണ്ട് അവിടെ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? നോട്ട് ഡൂയിങ് സംതിങ്. ഓക്കെ, ഉപേക്ഷ. നോട്ട് ഡൂയിങ് സംതിങ്, നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല, അത് ഉപേക്ഷയാണ് എന്ന് പറയുന്നു. ശരി, യെസ്, ശരി. ഞാനും നമ്മുടെ പ്രിയ സുഹൃത്ത് അഖിലും, ഓക്കെ, ഞാനും നമ്മുടെ അഖിലും കൂടെ, എന്താ അഖില, സുഖമല്ലേ? എടാ, ആരടാ ഈ കാണിക്കുന്നത്? ഞാൻ എത്ര നേരമായി പറയുന്നു, ഡോണ്ട് ഡു ദാറ്റ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം, നിങ്ങൾ ഈ സ്ലൈഡ് ഷെയറിൽ, ഞാൻ ഈ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്തതിൽ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വൈറ്റ് ബോർഡ് ക്ലോസ് ചെയ്യും. നമ്മൾ ഏറ്റവും ബേസിക് നിന്ന് തുടങ്ങി തരുമ്പോൾ നിങ്ങൾ അതൊരു ഇതാക്കല്ലേ. നമ്മുടെ സ്ലൈഡ് ഇല്ലാഞ്ഞിട്ടല്ല, ഏറ്റവും ബേസിക് ആയിട്ട് തുടങ്ങണം. സബിനി അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് ക്ലോസ് ചെയ്യും. അപ്പം ഞാനും അഖിലും കൂടി എന്ത് ചെയ്യാണ്? നമ്മുടെ ബീച്ചിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശാലമായിട്ടുള്ള നമ്മുടെ മറൈൻ ഡ്രൈവ്, എറണാകുളം മറൈൻ ഡ്രൈവിങ്ങിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു വ്യക്തി വളരെ കഷ്ടപ്പെട്ട് വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ ശ്രമിക്കുകയാണ്.
അപ്പൊ ഞാൻ അഖിലിനോട് പറയണം, അഖിലേ അപ്പൊ നമുക്ക് അയാളെ അങ്ങ് രക്ഷിക്കാം എന്ന് പറയാണ്. അപ്പൊ അഖില് പറയണേ, എന്താണ് സാറേ, നല്ല പുതിയ കുപ്പായൊക്കെ മേടിച്ച് ഈ അയാളെ രക്ഷിക്കാൻ പോയ കുപ്പായത്തുമ്മൽ ഉപ്പുവെള്ളം ആവൂലേ, നമുക്ക് അയാളെ രക്ഷിക്കണ്ട എന്ന് പറയുകയാണ്. അവിടെ അഖില് ഒമിഷൻ ചെയ്തിട്ടുണ്ടോ? അവിടെ അഖില് ദ ആക്ട് ഓഫ് ഒമിഷൻ ഇല്ല. അതെന്തുകൊണ്ടാ? നേരെ മറിച്ച്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം, നേരെ മറിച്ച് അവിടെ ഒരു വ്യക്തി മുങ്ങിച്ചാവാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നത് ഒരു ലൈഫ് ഗാർഡാണ്. ഓക്കെ, ഒരു ലൈഫ് ഗാർഡ് അവിടെ ഇരിക്കുകയാണ്. ഈ ലൈഫ് ഗാർഡ് എന്ത് ചെയ്യുന്നു? ലൈഫ് ഗാർഡ് ഈ ആള് മുങ്ങിച്ചാവുന്നത് കണ്ടുകൊണ്ട് ലൈഫ് ഗാർഡ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഓ, ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വെള്ളത്തിൽ ചാടി നീന്തി ബുദ്ധിമുട്ടാ. സോ അപ്പൊ എന്ത് ചെയ്യണം? അപ്പം അവിടെ ഹാസ് ദി ലൈഫ് ഗാർഡ് കമ്മിറ്റഡ് ദി offense of omission? Has the lifeguard committed the offense of omission? അവിടെ ലൈഫ് ഗാർഡ് അവിടെ ഒമിഷൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ്. അപ്പൊ അഖില് അല്ലെങ്കിൽ ഞാന് അവിടെ ഒമിഷൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ലൈഫ് ഗാർഡ് അവിടെ ഒമിഷൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ്? There is something known as obligation. ഒമിഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഒബ്ലിഗേഷൻ ആണ്. Is a person obliged to do? If a person is obliged to do something and he defaults doing the same, then that person is said to have committed the offense of omission. മനസ്സിലായോ? ഒരു വ്യക്തി ഒരു പ്രത്യേക കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും, അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയല്ല, ചെയ്യണമെന്ന് ബാധ്യതപ്പെട്ടിരിക്കുകയും, ഒബ്ലിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാധ്യതപ്പെട്ടിരിക്കുക. ഒരു വ്യക്തി ഒരു പ്രത്യേക കാര്യം ചെയ്യണമെന്ന് ബാധ്യതപ്പെട്ടിരിക്കുകയും, എന്നാൽ ഒരു വ്യക്തി ഒരു പ്രത്യേക കാര്യം ചെയ്യണമെന്ന് ബാധ്യതപ്പെട്ടിരിക്കുകയും എന്നാൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഒമിഷൻ. യെസ്, മനസ്സിലായോടെ? യെസ്, മനസ്സിലായോ? യെസ്. അപ്പൊ ഈ ഒബ്ലിഗേഷന്റെ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഡ്യൂട്ടിയുടെ പുറത്താണ്. അപ്പൊ നമുക്ക് ആദ്യത്തേത് കിട്ടി. അപ്പം ഇനിയൊന്ന് കൃത്യമായിട്ട് പറഞ്ഞേ, വാട്ട് ഡസ് ദ ടേം ക്രൈം ഓർ ഒഫൻസ് മീൻ ടു യു? ക്രൈം അല്ലെങ്കിൽ ഒഫൻസ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് മനസ്സിലാവുന്നു? ക്രൈം അല്ലെങ്കിൽ ഒഫൻസ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് മനസ്സിലാവുന്നു? യെസ്. അപ്പം അടുത്ത പ്രശ്നം, യെസ്, എനി ആക്ട് ഓർ ഒമിഷൻ പണിഷബിൾ ബൈ ലോ. അപ്പൊ അടുത്ത പ്രശ്നം, ഈ ലോ പല തരത്തിലുണ്ടെന്നേ. ആക്ട്, act or omission punishable by law. Okay, punishable by law. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എനിക്കൊരു സംശയം, ഈ ലോ എന്നതുകൊണ്ട് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്?
ലോ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാനിപ്പോ ആദ്യം പറയാം. ഒന്നാമത്തെ കാര്യമായിട്ട് ലോയിൽ ഉദ്ദേശിക്കുന്നത് ലോ ഇൻ ഫോഴ്സ് ആയിരിക്കണം. ഓക്കെ, ലോ രണ്ട് കാര്യങ്ങളിലാണ് ലോ വരിക. ഒന്ന്, ലോ ഇൻ ഫോഴ്സ് ആയിരിക്കണം. അപ്പോൾ ഈ പർട്ടിക്കുലർ ഒഫൻസ് ചെയ്യുമ്പോൾ ആ നിയമം നിലവിലുള്ള നിയമമായിരിക്കണം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണ്. ഇപ്പം നാളെ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ഒരാളെ മർഡർ സെക്ഷൻ 300 IPC പ്രകാരം മർഡർ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 302 IPC പ്രകാരം അതിനുള്ള ശിക്ഷ വധശിക്ഷയാണെന്ന് കരുത്. ഓക്കെ, എല്ലാം തൂക്ക്, മർഡർ തെളിഞ്ഞു അപ്പ തൂക്ക്. നമ്മുടെ 73-ന് മുമ്പുള്ള പ്രൊസീജിയർ കോഡിൽ അങ്ങനെയായിരുന്നു. 73-ന് മുമ്പുള്ള കോഡിൽ അങ്ങനെയായിരുന്നു. വധശിക്ഷ തെളിഞ്ഞു അപ്പ തൂക്ക്, ഇത് മർഡർ തെളിഞ്ഞു അപ്പ തൂക്ക്. അതുപോലെ തന്നെ നാളെ കോടതി തീരുമാനിക്കുകയാണ്, നമ്മുടെ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് 13/1/2026 മുതൽ അർദ്ധരാത്രി മുതൽ ഈ പറയുന്നത് പോലെ മർഡർ തെളിഞ്ഞ അപ്പത്തൂക്ക്. ഞാൻ ഇന്ന് 11 മണിക്ക് ഒരാളെ കുത്തിക്കൊന്നു. അപ്പൊ ഇന്നത്തെ നിയമപ്രകാരം എനിക്ക് ജീവപര്യന്തം കിട്ടാനേ വകുപ്പുള്ളൂ. പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്തത് നാളെയാണ്, എന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തത് മറ്റന്നാളാണ്, ട്രയൽ നടന്നത് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എനിക്ക് ഏത് നിയമമാണ് ബാധകമാവുക? പുതിയ നിയമമാണോ പഴയ നിയമമാണോ ബാധകമാവുക? എനിക്ക് ബാധകമാവുക പുതിയ നിയമമാണോ പഴയ നിയമമാണോ? ക്വസ്റ്റ്യൻ മനസ്സിലാവും. അതായത് ഒരു പർട്ടിക്കുലർ ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടാൽ, ചെയ്യപ്പെട്ടു. ഓക്കെ, ഇന്ന് കമ്മിറ്റ് ചെയ്തു, നാളെ മുതൽ പുതിയ നിയമമാണ്. യെസ്, അതാണ് പറയുന്നത്. എപ്പോഴാണോ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരു നിയമം ഉണ്ടായിരിക്കണം. പറയാം. അപ്പോൾ ഒരു നിയമം ഉണ്ടായിരിക്കണം. ആ നിയമപ്രകാരം മാത്രമേ ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് അതാ, ലോ ഇൻ ഫോഴ്സ് ആയിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, വാട്ട് അബൌട്ട് ഹാവിംഗ് എ റെട്രോസ്പെക്റ്റീവ് ക്രിമിനൽ ലോ? ഒരു ക്രിമിനൽ നിയമം, അതായത് പോലീസ് നോക്കുമ്പം AI ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ മോർഫിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ചിലപ്പോൾ മറ്റേ ആൾ തന്നെയാണെന്ന് തോന്നും. ഇപ്പൊ എന്റെ അനിയന്റെ നമ്പറിൽ നിന്ന് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ നമ്പർ മാനിപ്പുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് എന്റെ അനിയനെ പോലെ ഒരാളെ AI ഉണ്ടാക്കി വെച്ചിട്ട് ആൾ എന്നോട് സംസാരിക്കും. ഞാനിവിടെ അത്യാവശ്യത്തിൽ നിൽക്കുക, എനിക്കൊരു 10,000 രൂപ ഇട്ട് തന്നു. ഞാൻ പൈസ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക എന്താണ് ഇത് AI ആണ് എന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ AI, അപ്പൊ ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് IT ആക്ടിലെ ചില വകുപ്പുകൾ അല്ലാതെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഇത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളെ ഡീൽ ചെയ്യാൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. നമ്മളിപ്പോ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി അത് തന്നെയാണ്. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൈമിനെ ഇന്ത്യയിൽ നേരിടുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പോലീസിന് കുറെ പരാതി എത്തി, അത് പാർലമെന്റിൽ എത്തിയപ്പോ പാർലമെന്റ് തീരുമാനിക്കുകയാണ് ഒരു നിയമം ഉണ്ടാക്കണം, ഈ AI ഉപയോഗിച്ചിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനൊക്കെ തടയണം, അതിനു വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ ഈ മുമ്പ് ഒഫൻസ് അല്ലെങ്കിൽ മുമ്പ് വിക്ടിംസ് ആയ ആളുകളുണ്ട്, ഓക്കെ, അവർക്ക് കൂടി അതിന്റെ ഗുണം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു നിയമം ഉണ്ടാക്കണം എന്ന് കരുതിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഒരു ക്രിമിനൽ നിയമം 6 മാസം മുന്നത്തെ ഡേറ്റ് വെച്ച് ആ ദിവസം മുതൽ നിയമം ബാധകമാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 8 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പ് ഡേറ്റ് മുതൽ നിയമം പാസ്സാക്കിയത് ഇന്നാണ്, പക്ഷെ നിയമം നിലവിൽ വരിക 2025 ജൂൺ മുതലാണ് എന്ന് പറയാൻ പറ്റുമോ? വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്രിമിനൽ ലോസ്
ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി വെക്കണേ. വിൽ നോട്ട്, മേ നോട്ടോ ഷാൽ നോട്ടോ ഒന്നുമല്ല, വിൽ നോട്ട്, ഒരു കാരണവശാലും വിൽ നോട്ട് ഹാവ് retrospective effect. Criminal laws will not have retrospective effect. ഒരു കാരണവശാലും ക്രിമിനൽ നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം കൊടുക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും ക്രിമിനൽ നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ലോ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലോ ഇൻ ഫോഴ്സ് ആയിരിക്കണം. ഇഫ് ക്രിമിനൽ ലോസ് ആർ പാസ്ഡ്, those laws can never have a retrospective effect. ആ നിയമങ്ങൾക്ക് ഒരു കാരണവശാലും റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ്, മുൻകാല പ്രാബല്യം കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ദി ടേം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. An act or omission punishable by law. This definition of law sorry this definition of law mentioned in section 2 subclause n of the Criminal Procedure Code 1973 include all forms of law listed in article 13(1) of the Indian Constitution. That is, any law, any special order, any ordinance, any bylaw, any rule. അതായത് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an act or omission punishable by law എന്ന് പറയുമ്പോൾ ആ ലോയുടെ ഡെഫിനീഷൻ, ഈ ലോയുടെ ഡെഫിനീഷൻ എവിടെയാ കാണുക? ഈ ലോയുടെ ഡെഫിനീഷൻ കാണണമെങ്കിൽ എവിടെ പോകണം? ആർട്ടിക്കിൾ 13(1) ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോകണം. എന്താണ്? പാർലമെന്റ് പാസ്സാക്കുന്നത് മാത്രമല്ല നിയമമായിട്ട് കണക്കാക്കുക. പാർലമെന്റ് പാസ്സാക്കുന്നത് മാത്രമല്ല നിയമമായിട്ട് കണക്കാക്കുക. ഓർഡിനൻസ്, രാഷ്ട്രപതിയും ഗവർണർമാരും ഇറക്കുന്ന നിയമം, ഓർഡിനൻസുകള്, ബൈലോ, സർക്കുലറുകള്, സ്പെഷ്യൽ ഓർഡറുകള്, അതൊക്കെ നിയമമായിട്ട് തന്നെ കണക്കാക്കും. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, പോയിന്റ് കിട്ടിയോടെ? സോ പക്കാ സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം. യെസ്, രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും കാനഡയിലോ ഇംഗ്ലണ്ടിലോ വല്ലോ ഒക്കെ ഉണ്ടോ? യെസ്, നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ കാനഡയിലോ ഇംഗ്ലണ്ടിലോ ഉണ്ടോ? ബന്ധുക്കളൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ട്, കാനഡയിലൊക്കെ ഉണ്ട്. എന്റെ കുറച്ച് കസിൻസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അതിൽ 2-3 പേര് കനേഡിയൻ സിറ്റിസൺസ് ആണ്. ഒരാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്, ഒരാളുടെ 2 പേര്. അപ്പം ഏതാണ്ട് 4-3 കുറച്ച് ആൾക്കാര് വിദേശ രാജ്യത്തിന്റെ പൗരന്മാരാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരെനിക്ക് ഓരോ വീഡിയോ അയച്ചു തരും. എന്താണ് വീഡിയോ എന്നറിയും? അവരുടെ വീട്ടില് അവരുടെ ആവശ്യത്തിനുള്ള മദ്യം അവർ പുറത്തുനിന്ന് വാങ്ങില്ല. അവരുടെ ആവശ്യത്തിനുള്ള മദ്യം അവര് തന്നെ അവരുടെ വീട്ടിൽ വാറ്റിയുണ്ടാക്കും. ഈ കാനഡയിലെ കടകളിൽ ഈ വാറ്റുന്ന സാധനമൊക്കെ, നമ്മൾ ഈ വാറ്റാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് കുക്കറുകള്, അതിനുള്ള ഹോസ്, ഇതൊക്കെ അവിടുത്തെ കടകളിൽ മേടിക്കാൻ കിട്ടും. മനസ്സിലായോ? അപ്പം ശ്രദ്ധിക്കൂ. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കസിൻ, അവൻ കാനഡയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വരികയാണ്. അവന്റെ വീട്ടുകാരെയും ഉറ്റ സുഹൃത്തായ എന്നെയും ഒക്കെ കാണാനായിട്ട് അവൻ ഈ സാമാനങ്ങളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വരികയാണ്. അപ്പൊ അവൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ നിന്ന് ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മളെ കൂടെ വന്നു. അവൻ എന്ത് ചെയ്തു? നമ്മളെ ആരെയും കൂട്ടിയില്ല. അവൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് വാറ്റി അവനെ പോലീസ് പിടിച്ചു. അവന് പറയാൻ പറ്റുമോ ദിസ് ഇസ് നോട്ട് ആൻ ഒഫൻസ് ഇൻ കാനഡ ആൻഡ് ഐ ആം എ കനേഡിയൻ സിറ്റിസൺ, സോ മിസ്റ്റർ പോലീസ് ഓഫീസർ യു കനോട്ട് അറസ്റ്റ് മീ എന്ന് പറയാൻ പറ്റുമോ? അതെന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? സി, ഹി ഈസ് എ കനേഡിയൻ സിറ്റിസൺ. 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഹി ഈസ് എ കനേഡിയൻ സിറ്റിസൺ ആൻഡ് ഫെർമെന്റിംഗ് ഓഫ് ആൽക്കഹോൾ ഈസ് നോട്ട് ആൻ ഒഫൻസ് ഇൻ ഹിസ് കൺട്രി. സി, അവൻ ഇന്ത്യയിൽ വിസിറ്റർ ആയിട്ട് വന്നതാ. അവന്റെ രാജ്യത്ത് അതൊരു തെറ്റല്ല. അപ്പൊ ഇന്ത്യയിൽ അതൊരു തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവന്റെ രാജ്യത്ത് അതൊരു തെറ്റല്ല. അവനാണെങ്കിൽ ആ രാജ്യത്തെ സിറ്റിസൺ ആണ്. അവൻ ഇവിടെ ഒന്ന് ടൂർ വന്നതാണ്.
അപ്പൊ അതൊരു ഒഫൻസ് ആണ്. എടാ നീ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അറസ്റ്റ് പറ്റും. എന്തുകൊണ്ട് പറ്റും? അറസ്റ്റ് പറ്റും. എന്തുകൊണ്ട് പറ്റും? എടാ ഇതിൽ എഴുതല്ലടാ, എന്താണിത്? ആക്ട് ഓർ ഒഫൻസ് പണിഷബിൾ by law. Act or offense, sorry, act or omission punishable by law. ഒന്ന് നമ്മൾ പറഞ്ഞു ലോ ഇൻ ഫോഴ്സ് പറഞ്ഞു. രണ്ടാമത്തത് ലോ ഓഫ് ദി ലാൻഡ്, അല്ലെങ്കിൽ നമ്മൾ ലെക്സ് ലോസി എന്ന് പറയും. ലെക്സ് ലോസി അല്ലെങ്കിൽ ലോ ഓഫ് ദി ലാൻഡ്. അതായത് നിയമത്തിന് ഒരിക്കലും എന്തില്ല, എക്സ്ട്രാ ടെറിട്ടോറിയൽ അപ്ലിക്കബിലിറ്റി ഇല്ല നോർമൽ കേസസിൽ. ഓക്കെ, സാധാരണഗതിയില് ലാ ലാ ഈസ് കൺഫൈൻഡ് ടു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ ടെറിട്ടറികളിൽ മാത്രം ബാധകമാണ്. കനേഡിയൻ ലോ എന്ന് പറയുന്നത് കനേഡിയൻ ടെറിട്ടറികളിൽ മാത്രം ബാധകമാണ്. ഇപ്പൊ അവൻ കാനഡയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നു മാറ്റി അവനെ പോലീസ് പിടിക്കൂല. കാരണം ദാറ്റ് ഇസ് കനേഡിയൻ ലോ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ ലോ അങ്ങനെയല്ല. യെസ്, ഓക്കെ. ഇന്ത്യൻ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, an act or omission punishable by law in force and law in force ആയിരിക്കണം and law of the land ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങള് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പർട്ടിക്കുലർ മാറ്റർ എന്താവുകയുള്ളൂ, ഒരു പർട്ടിക്കുലർ മാറ്റർ ക്രൈം അല്ലെങ്കിൽ ഒഫൻസ് ആവുകയുള്ളൂ. ക്രൈം ഓർ ഒഫൻസ്. യെസ്, പോയിന്റ് കിട്ടിയോടെ? യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, പക്കാ സെറ്റ് അല്ലേ? സോ ക്രൈം എന്താണ്, ഒഫൻസ് എന്താണെന്നൊക്കെ കൃത്യമായി മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടേ പറഞ്ഞു. എടാ അതിലേടാ ഞാൻ എത്ര നേരമായിട്ട് പറയുന്നത്, എന്തൊരു, ഞാനൊരു അധ്യാപകനല്ലേ ഒന്നുമില്ലെങ്കിലും. കൈൻഡ്ലി ഡോണ്ട് ഡു ദാറ്റ്. അത് പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. പറയൂ. യെസ്, എന്തെങ്കിലും സംശയം ഉണ്ടോ? ആക്ട് ഓർ ഒമിഷൻ പണിഷബിൾ ബൈ ലോ ഓഫ് ദി ലാൻഡ് ആൻഡ് ലോ ഇൻ ഫോഴ്സ്. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയി അല്ലേ? ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയല്ലോ. എന്നാ പിന്നെ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് അങ്ങ് കിടക്കാം. ഒരു ഒഫൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ there should be ingredients or necessities of an offense. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പർട്ടിക്കുലർ ആക്ട് നെസസിറ്റീസ് ഓഫ് ആൻ ഒഫൻസ്. ഒരു ഒഫൻസ് ഒരു നെസസറി എങ്ങനെയാണ് ഒരു ഒഫൻസിൽ, അതായത് ഒരു ഒഫൻസ് നടക്കണമെങ്കിൽ, ഒരു കാര്യം ഒഫൻസ് ആകണമെങ്കിൽ അതിന് സർട്ടേൻ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? 1, 2, 3, 4, 5, 6 ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ തന്നെ തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, അവിടെ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കണം. നമുക്കറിയാലോ, there should be an act. അവിടെ ഒരു ആക്ട് ഉണ്ടായിരിക്കണം, ഒന്നാമത്തെ കാര്യം. വാട്ട് ഈസ് ദ സെക്കൻഡ് തിങ്? രണ്ടാമത്തെ കാര്യം എന്താ? ഒരു ആക്ട് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ? നമുക്കറിയാം, ഒരാൾക്ക് മുറിവേൽപ്പിക്കുക എന്നുള്ളത് ഒരു ഒഫൻസ് ആണ്. ഒരാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുക, ഭീകരമായി മുറിവേൽപ്പിക്കുക, മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കോസിംഗ് ഗ്രീവിയസ് ഹാർട്ട്
by means of weapon. Causing grievous hurt by means of weapon. ശരി, ഓക്കെ. അല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ട് ബൈ മീൻസ് ഓഫ് എന്തേലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോസിംഗ് ഗ്രീവിയസ് ഹർട്ട് മാത്രം, വെപ്പൺ വേണമെന്നില്ല. കോസിംഗ് ഗ്രീവിയസ് ഹർട്ട്, മുറിവുണ്ടാക്കുക. ഓക്കെ, കോസിംഗ് ഗ്രീവിയസ് ഹർട്ട്. ഞാൻ റോട്ടി കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു പട്ടി എന്നെ കടിച്ച് പറിച്ച്, ഓക്കെ, എന്റെ ഇറച്ചി മുഴുവൻ പട്ടി കടിച്ചെടുത്തുകൊണ്ട് പോയി. എടേ പട്ടി, നീ എനിക്കെതിരെ യു കോസ്റ്റ് മീ ഗ്രീവിയസ് ഹാർട്ട്, നീ എനിക്ക് ഗ്രീവിയസ് ഹാർട്ട് കോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പട്ടിയുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുമോ? ആ പട്ടിക്കെതിരെ എനിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ? എന്നെ കടിച്ചു, ഡോഗ് കോസ്റ്റ് മീ ഗ്രീവിയസ് ഹാർട്ട്, ആ നായ എനിക്ക് ഗ്രീവിയസ് ഹാർട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ? യെസ്, ടെൽ മീ, പറയൂ, പറ്റുമോ? അതെന്തുകൊണ്ടാ പറ്റാത്തത്? അതെന്തുകൊണ്ട് പറ്റില്ല? കാരണം ഒരു ഒഫൻസ്, ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ്, ദ ഒഫൻഡർ ഓർ ദി അസൈലിയന്റ് മസ്റ്റ് ബി എ ഹ്യൂമൻ. ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ അസൈലിയന്റ് ആയിട്ടുള്ള, അസോൾട്ട് കോസ് ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒഫൻഡർ ആയിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ലോ നിയമം വയലേറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണെങ്കിലും എന്തായിരിക്കണം? ഹി മസ്റ്റ് ബി എ ഹ്യൂമൻ. അയാൾ ഒരു മനുഷ്യജീവി ആയിരിക്കണം. ഓക്കെ, മനുഷ്യനാകണം ആദ്യം, എന്നാലേ കേസൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനാകാൻ ഒന്നാമത്തെ കാര്യം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇനി രണ്ടാമത്തത് എന്താ? ഒന്നാമത്തതൊക്കെ മനസ്സിലായി, ഹ്യൂമൻ ആയിരിക്കണം. യെസ്, രണ്ടാമത്തെ കാര്യം പറയൂ. യെസ്, ഹ്യൂമണായ ഞാൻ, ഉദാഹരണം പറയാണ്, ഹ്യൂമണായ ഞാൻ ഇവിടെ വീടിന്റെ മുറ്റത്ത് കിടന്ന കുറച്ച് ചപ്പും ചവറും ഒക്കെ എടുത്ത് എന്ത് ചെയ്യാണ്? ഞാൻ അപ്പുറത്തോട്ട് തട്ടി, അല്ലെങ്കിൽ അടുത്ത ഒരു കുഴി കൊണ്ടുപോയി തട്ടി. ഈ ചപ്പിന്റെ അകത്തൊരു കല്ലുണ്ടായിരുന്നു, ഈ കുഴിക്കകത്തൊരു ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ ഈ ചപ്പിൽ ഉപേക്ഷിക്കുമല്ലോ. ഇഞ്ചറിയിലേക്ക് വരാം. അപ്പൊ അത് എഴുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ്, there should be injury caused to other person. ഈ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ഇഞ്ചുറി ഇൻക്ലൂഡ് മൾട്ടിപ്പിൾ ഇഞ്ചുറീസ്. ശരീരത്തിൽ ഉണ്ടാവുന്ന മുറിവിനെ മാത്രമല്ല നമ്മൾ ഇഞ്ചുറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദിസ് ഇഞ്ചുറി ഇൻക്ലൂഡ്സ് മൾട്ടിപ്പിൾ തിങ്സ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ഇഞ്ചുറി, ശരീരത്തിന് മുറിവുണ്ടാകുന്ന ഫിസിക്കൽ ഇഞ്ചുറി. രണ്ടാമത്തത് സൈക്കോളജിക്കൽ ഇഞ്ചുറി. ഒരാൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം? അവനെ മാനസികമായിട്ട് വിഷമിപ്പിക്കാം, അതും ഇതിൽ വരും. മൂന്നാമത്തത് എക്കണോമിക് ഇഞ്ചുറി, അവന്റെ വസ്തു തട്ടിയെടുക്കാം, അവന്റെ വസ്തു മോഷ്ടിക്കാം, അവനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നാലാമത്തത് റെപ്യൂട്ടേഷണൽ ഇഞ്ചുറി. ഓക്കെ, റെപ്യൂട്ടേഷണൽ ഇഞ്ചുറി. എന്താ റെപ്യൂട്ടേഷണൽ ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ സമൂഹത്തിൽ മാന്യമായി നല്ല രീതിക്ക് ജീവിക്കുന്നു, അയാളെ കുറിച്ച് നുണകൾ പറഞ്ഞു വരുത്തി അയാളുടെ റെപ്യൂട്ടേഷൻ ടാർണിഷ് ചെയ്യുക. യെസ്, ഡിഫാമേഷൻ ഈസ് എ സിവിൽ ആക്ട്. ഓക്കെ, ഡിഫാമേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതൊരു സിവിലാണ്. നമ്മൾ റെപ്യൂട്ടേഷൻ ഇഞ്ചുറി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളത് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിഫാമേഷൻ. അങ്ങനെ ചുരുക്കം കേസുകളേ ഉള്ളൂ നമുക്ക് ഒരേ സമയം സിവിലായും ക്രിമിനലായും മൂവ് ചെയ്യാൻ പറ്റുന്ന ചുരുക്കം കേസുകളേ ഉള്ളൂ. യെസ്, അപ്പം രണ്ടാമത്തത് there should be injury caused to, ചിലപ്പോൾ അനദർ പേഴ്സൺ ആകാം, ചിലപ്പോൾ സൊസൈറ്റി ആകാം. ഇഞ്ചുറി കോസ്ഡ് മതി.
ഇപ്പൊ ഞാൻ കള്ളനോട്ട് അടിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തു. ഓക്കെ, അത് സത്യത്തിൽ എന്തല്ല, അതൊരു ഒഫൻസ് അഗെയിൻസ്റ്റ് ഒരു പേഴ്സൺ അല്ല. ഓക്കെ, അത് അഗെയിൻസ്റ്റ് സൊസൈറ്റിയാണ്. അപ്പൊ ഇഞ്ചുറിയിൽ ഇതെല്ലാം പെടുന്നുണ്ട് എന്ന് ഓർക്കുക. മിയർ ഫിസിക്കൽ ഇഞ്ചുറി മാത്രമല്ല, സൈക്കോളജിക്കൽ ഇഞ്ചുറി ഉണ്ട്, എക്കണോമിക് ഇഞ്ചുറി ഉണ്ട്, റെപ്യൂട്ടേഷണൽ ഇഞ്ചുറി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇഞ്ചുറികൾ ചേർന്നതാണ് ഈ ഇഞ്ചുറി. പോയിന്റ് കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? പക്കാ സെറ്റ് അല്ലേ? ഇനി മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മൂന്നാമത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതെന്താ സാധനം? പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇന്റൻഷൻ എന്നും മോട്ടീവ് എന്നും ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ അർത്ഥം മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്ത് മൈൻഡ്? യെസ്, ഗിൽറ്റി മൈൻഡ്. തെറ്റായ ഉദ്ദേശത്തോടു കൂടിയുള്ള, തെറ്റായ പ്രവൃത്തി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള മനസ്സിനെ അല്ലെങ്കിൽ ചിന്തയാണ് നമ്മള് ഗിൽറ്റി മൈൻഡ് എന്ന് പറയുക. അതാണ് ഗിൽറ്റി മൈൻഡ്. യെസ്, പോയിന്റ് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് മെൻസ് റിയ. there is ഒരു ലാറ്റിൻ യൂസേജ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? നിയമം പഠിക്കുമ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന കുറച്ച് ടേമുകൾ ഒന്നാണ് ആക്ടസ്. ആദ്യത്തെ ഞാൻ പറയാം. ആക്ടസ് നോൺ ഫാസിട്രിയം, നിസി, മെൻസിട്രിയ. ഓക്കെ, ആക്ടസ് നോൺ ഫാസിട്രിയം, നിസി, മെൻസിട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? An offense is not an offense. An offense is not an offense unless accompanied by a guilty mind. എന്താണ്? An offense is not an offense unless accompanied by a guilty mind. ഇതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. Don't ever think that guilty mind is necessary in all offenses. എല്ലാ ഒഫൻസസിലും ഗിൽറ്റി മൈൻഡ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നോർമലി കോമൺ ലോയിൽ നമ്മളത് പറയാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാണ്, there is a demonstration or there is a protest or there is a group of people, a group of people have unlawfully assembled with the intention to overthrow a legitimate government. ഒരു കൂട്ടം ആളുകള് ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റിനെ, നിയമം തിരഞ്ഞെടുത്ത, നിയമം മൂലം അധികാരപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യാൻ, നിയമം അധികാരപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് എന്ത് ചെയ്യാണ്? സംഘം ചേരുകയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ നമുക്ക് പരിചയമുള്ള സുശീലണ്ണൻ. അപ്പൊ ഞാൻ നോക്കുമ്പോ സുശീലണ്ണൻ അവിടെ നിൽക്കുകയാണ്, വടിയും കമ്പും ഒക്കെ ഉണ്ട്. ഞാൻ സുശീലണ്ണ എവിടെ പോകണണ്ണാ? നീ വാടേ, ഞാനിത് പരിപാടി കഴിയുമ്പോ പൊറോട്ട ഇറച്ചി വാങ്ങി തരാം. പൊറോട്ട ഇറച്ചി വാ, ഞാൻ പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പൊ ഞാൻ സുശീലണ്ണന്റെ കൂടെ അങ്ങ് പോയി. അണ്ണൻ കൊമ്പും കോലും ഒക്കെ ആയിട്ട് ചെന്നു, ഒഫൻസ് ചാർജ് ചെയ്തു. അപ്പൊ എന്നെ പിടിച്ചു. എന്നെ പോലീസ് പിടിച്ചപ്പോ എന്നോട് ഞാൻ പറയണം, എനിക്ക് മനസ്സിലായൊന്നുമില്ല, ഐ ഡോണ്ട് ഹാവ് ഗിൽറ്റി മൈൻഡ്. എന്നെ സുശീലണ്ണൻ വിളിച്ച് പൊറോട്ട ഇറച്ചി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. Does it expel or does it exclude me from my liability of being part of an unlawful assembly with the intention to destabilize a legitimate government? ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റിനെ ഡീസ്റ്റബിലൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി
ഞാനൊരു സംഘത്തിൽ എനിക്ക് മെൻസറി ഒന്നുമില്ല, പക്ഷെ ഞാൻ ആ സംഘത്തിൽ അംഗമായിരുന്നത് കൊണ്ട് എനിക്ക് ക്രിമിനൽ ലയബിലിറ്റി ഒഴിവായി കിട്ടുമോ? ഇല്ല. There are certain offenses in which the principle of mens rea doesn't apply. Okay, principle of mens rea doesn't apply. അതുമായി ബന്ധപ്പെട്ട കേസ് ഏതാണ്? There is a famous case. ഞാൻ കേസിന്റെ ഫാക്ട്സ് ഒന്ന് എടുത്തോട്ടെ. യെസ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെൻസ്റയുമായി ബന്ധപ്പെട്ട് സ്ട്രിക്ട് ലയബിലിറ്റി കേസസിന് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോം ഉണ്ടായിരുന്നു, ഒരു കേസ് ഉണ്ടായിരുന്നു. യെസ്, കേസ് എഴുതിക്കോളൂ. യെസ്, ഫാക്ട്സ് ഓഫ് ദി കേസും നമ്മൾ ഫാക്ട്സ് ഓഫ് ദി കേസും കൂടെ പറഞ്ഞിട്ടറിയാം. ആദ്യത്തെ കേസാണ്. യെസ്, ആദ്യത്തെ കേസാണ്. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് കേസുകൾ വരും. ആദ്യത്തെ കേസ് എഴുതിക്കോളൂ. എം എച്ച് ജോ, സോറി, തിരിച്ചാണ്. ഓക്കെ, യെസ്, ആരാണ്? സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് എം എച്ച് ജോർജ്. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് എം എച്ച് ജോർജ്. യെസ്, എന്താണ് ഫാക്ട്സ് ഓഫ് ദി കേസ്? യെസ്, നമ്മളൊരു കേസ് പഠിക്കുമ്പോഴേ വെറുതെ കേസ് എന്ന് പറഞ്ഞു പോരുത്. കേശവാനന്ദ ഭാരതി കേസ്, ഓക്കെ, അല്ലെങ്കിൽ കേശവാനന്ദ ഭാരതി കേസ്, അല്ലെങ്കിൽ മനേകാ ഗാന്ധി കേസ്, അല്ലെങ്കിൽ നമ്മുടെ ഗുലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ്. ഇങ്ങനെ ഓരോ കേസ് പഠിച്ചു പോവാതെ there is a certain pattern. Okay, there is a certain pattern to study cases. The first thing you have to study, ഇത് മനസ്സിൽ വെക്കേണ്ടതാണ്, ഫാക്ട് ഓഫ് ദി കേസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ എം എച്ച് ജോർജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇന്ത്യക്കാരനാണോ? ഓക്കെ, കേസിന്റെ ഹെഡിങ് ജസ്റ്റ് ഒന്ന് എഴുതിക്കോളൂ. എന്നിട്ട് ഫാക്ട്സ് ഓഫ് ദി കേസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിക്കോളൂ കേട്ടോ. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് എം എച്ച് ജോർജ് കേസ്. ഏതൊരു കേസും നിങ്ങൾ എഴുതുമ്പോൾ അതിന്റെ വർഷം കൂടെ എഴുതിയിരിക്കണം. വെരി 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 ഇമ്പോർട്ടന്റ്. നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. യെസ്, ഇങ്ങനെ വേഴ്സസ് എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. യെസ്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് എം എച്ച് ജോർജ്. ഇങ്ങനെ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ വേഴ്സസിന് ഇങ്ങനെ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എഴുതി ശീലിച്ച ആരെങ്കിലും ഉണ്ടോ? ചില കാര്യങ്ങൾ നമ്മൾ ഇതായിട്ട് തുടങ്ങണം. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതാവേണ്ടതുണ്ട്. യെസ്, വി എസ് എന്ന് ഞാൻ എഴുതി കണ്ടിട്ടുണ്ട്. യെസ്, ഇങ്ങനെ ഞാൻ എഴുതി കണ്ടിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എഴുതുന്നത് വി എഴുതി രണ്ട് സൈഡിലും കുത്തിടുകയാണ് കേട്ടോ. രണ്ട് സൈഡിലും കുത്തിട്ടാൽ അത് വേഴ്സസ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. യെസ്, അപ്പം യെസ്, now tell me what is the facts of the case. ഈ എം എച്ച് ജോർജിന്റെ ജോലി എന്തായിരുന്നു? ഹി വാസ് സച്ച് എ ജെന്റിൽമാൻ. ഓക്കെ, നല്ലൊരു മനുഷ്യനായിരുന്നു. ഹി വാസ് ക്യാരിയിങ് ഔട്ട് സം ഗോൾഡ് ബിസിനസ് ആൻഡ് ഹി ഹാഡ് എ ഹോൾഡ് അറ്റ് ബോംബെ. ബോംബെയിൽ ഹി ഹാഡ് എ ഹോൾഡ്. അദ്ദേഹം വേറെ ഏതോ രാജ്യത്തേക്ക് പോവുകയായിരുന്നു. അപ്പൊ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് എന്തോ ലേറ്റ് ആയി. അപ്പൊ ഇദ്ദേഹം ബോംബെയിൽ ഇറങ്ങി. പിന്നെ അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റിൽ പോകണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബോംബെയിൽ കുറച്ച് സമയം, 12 hours or 36 hours, some very small time. ഓക്കെ, കുറച്ച് സമയം അദ്ദേഹം എന്ത് ചെയ്തു? ബോംബെയിൽ ഒന്ന് റെസ്റ്റ് എടുത്തു. ആൻഡ് വൈൽ ഹി വാസ് റെസ്റ്റിംഗ് ഇൻ ബോംബെ, അദ്ദേഹം ബോംബെയിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഹി വാസ് ഹാവിംഗ് എ ബാഗേജ്. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു ലഗേജ് അല്ലെങ്കിൽ ഒരു ബാഗേജ് ഉണ്ടായിരുന്നു. വിച്ച് ഹാഡ് 34 kilograms of gold. Which had 34 kilograms of gold. So he was transporting gold from one country
ടു അനദർ കൺട്രി വയ ഇന്ത്യ. അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടും അദ്ദേഹം മുംബൈയിൽ ഹോൾട്ട് ചെയ്തതുകൊണ്ടും ബോംബെയിൽ അദ്ദേഹം ഹോൾട്ട് ചെയ്യേണ്ടി വന്നതുകൊണ്ടും അദ്ദേഹം ഈ 34 കിലോ സ്വർണവുമായി ഇന്ത്യൻ ടെറിട്ടറിയിൽ ഇറങ്ങി. ആൻഡ് അക്കോർഡിംഗ് ടു ദ FEMA ആക്ട്, ദാറ്റ് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് മെയിന്റനൻസ് ആക്ട്, യു കനോട്ട് ട്രാൻസ്പോർട്ട് സച്ച് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗോൾഡ് വിത്തൗട്ട് ദ റെഗുലേഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കയ്യിൽ അല്ലെങ്കിലേ സ്വർണം ഇല്ലാതിരിക്കുകയാണ്. ഓക്കെ, അപ്പോഴാണ് ഉള്ള സ്വർണം നാട്ടുകാർ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിക്കൊണ്ട് പോകുന്നത്. സോ ദ റിസർവ് ബാങ്ക് വാസ് വെരി സ്ട്രിക്ട് റിഗാർഡിംഗ് ദി ക്രോസ് കൺട്രി ട്രാൻസ്പോർട്ട് ഓഫ് ഗോൾഡ്, ആൻഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ത്രൂ ഇറ്റ്സ് Foreign Exchange Management Act, that is the FEMA Act, made it clear that a person cannot take this much gold from one country to another country. But let me ask you, ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നാണോ ഈ ഗോൾഡ് എടുക്കുന്നത്? സപ്പോസ് he took gold from Somalia, ഇവിടുന്നാണ് ഞാൻ മറന്നുപോയി. Okay, suppose he took gold from Somalia and it was to Australia. ഇദ്ദേഹത്തിന്റെ കഷ്ടകാലത്തിന് ബോംബെയില് സൊമാലിയയിൽ നിന്ന് എന്താണ് ബോംബെ വരെ ഒരു ഫ്ലൈറ്റ്, അടുത്ത ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് എടുക്കേണ്ടത്. സോ ടിക്കറ്റ് നോക്കുമ്പോൾ he came to Bombay and he is having a ticket from Bombay to Australia. So nothing was, okay, he had nothing to do. He was taken, he was booked by the customs, he was taken before the court remanded him, he got a lawyer, and the lawyer argued that he had no mens rea. He had no mens rea. And there was some changes in the law as well. ഓക്കെ, ഇതേ ഇവിടെ വന്ന സമയത്താണ് നിയമത്തിൽ എന്തോ മാറ്റവും വന്നത്, അതും കൂടി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് മെൻസ്രിയ ഇല്ല. അദ്ദേഹത്തിന് ഈ രാജ്യത്തെ മെൻസ്രിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഗിൽറ്റി മൈൻഡ്. ഇപ്പൊ ഇത്രയും സ്വർണം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ടുള്ള ഗിൽറ്റി മൈൻഡ് എന്താണ്? ഈ രാജ്യത്തിന്റെ എക്കോണമിയെ നശിപ്പിച്ച്, എക്കോണമിയെ തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് നശിപ്പിക്കുക. ഇദ്ദേഹത്തിന് ഗിൽറ്റി മൈൻഡ് ഒന്നുമില്ല. ഇവിടുന്ന് കുറച്ച് പൈസ എടുത്ത് അപ്പുറത്ത്, ഇവിടുന്ന് സ്വർണം കൊണ്ടുപോയി അവിടെ കൊടുക്കുക. അതിന്റെ ഇടയിൽ വന്നതല്ലേ, സൊമാലിയിൽ നിന്ന് സ്വർണം എടുത്ത് ഓസ്ട്രേലിയയെ കൊണ്ടുപോകുന്നു. അതിന്റെ ഇടയിൽ കഷ്ടകാലത്തിന് മുംബൈയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. ആ ഫ്ലൈറ്റ് ആണ് കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ ഡിലേയുമായി. ഇതിൽ ദർ ഇസ് നോ കേസ് ഓഫ് മെൻസ്രിയ. ഇദ്ദേഹത്തിന് ഈ രാജ്യത്തെ നശിപ്പിക്കണമെന്നോ ഈ രാജ്യത്തിന്റെ ഗോൾഡ് നശിപ്പിക്കണമെന്നോ ഇദ്ദേഹത്തിന് യാതൊരു ചിന്തയുമില്ല, യാതൊരു താല്പര്യവുമില്ല. കോർട്ട് പറഞ്ഞു ഇൻ സച്ച് കേസസ് വർ സ്ട്രിക്റ്റ് ലയബിലിറ്റി എക്സിസ്റ്റ്. നമ്മൾ സ്ട്രിക്റ്റ് ലയബിലിറ്റി, ട്രാൻസ്ഫേർഡ് അലൈൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പഠിക്കും അടുത്ത ക്ലാസ്സിൽ. ഈ വാക്കൊന്ന് ഓർത്ത് വെക്കുക. In cases where strict liability exists, there is no need of a particular mens rea. Strict liability, അതായത് ചെയ്യുന്ന പ്രവർത്തിക്ക് ലയബിൾ, ഡയറക്ട്ലി ലയബിൾ ആണ്. അടുത്തുള്ള സ്ട്രിക്റ്റ് ലയബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന കേസുകൾ ഉണ്ട് എങ്കിൽ അതിന് കഷ്ടപ്പെട്ട് മെൻസ്രിയ തപ്പി പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. മനസ്സിലായോ? അതിന് കഷ്ടപ്പെട്ട് മെൻസ്രിയ തപ്പി പോകേണ്ട ഒരാവശ്യവും ഇല്ല. മനസ്സിലായോ? സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഓൾറെഡി ദാറ്റ് പേഴ്സൺ ഈസ് ഹാവിംഗ് ദ ലയബിലിറ്റി. ഇറ്റ് ഈസ് എ സെക്കൻഡ് മാറ്റർ. എന്താണ്? ഇറ്റ് ഈസ് അദ്ദേഹത്തിന് മെൻസ്രിയ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ബട്ട് for sure he is having strict liability. അദ്ദേഹത്തിന് സ്ട്രിക്റ്റ് ലയബിലിറ്റി ഉണ്ട്. he is liable for the act which he has done. അവിടെ പിന്നെ നമ്മൾ അദ്ദേഹത്തിന് മെൻസ്രിയ ഉണ്ടോ മെൻസ്രിയ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സോ ഇത്ര ഞാൻ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ കേസ് എഴുതി വെച്ചോളൂ. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് 1965, ദ ഫസ്റ്റ് കേസ്. ആ കേസ് നമ്മൾ ഇനി പല സ്ഥലത്തും നമുക്ക് ഇനി ആ കേസ് വരും കേട്ടോ. റിഗാർഡിംഗ് മെൻസ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇനിയും വരും. കിട്ടിയോ? സോ അതായി. സോ അപ്പം മെൻസ്രിയ എന്ന് പറയുന്നത് ദോ അത് വേണ്ട ഒരു കാര്യമാണ്. ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് മെൻസ്രിയ ഈസ് നെസസറി ഇൻ ആൾ കേസസ്. അപ്പൊ ഒന്നാമത്തത് കിട്ടി. എന്താണ് ഒന്നാമത്? 2, 3. ഒന്ന് ആക്ട് ഡൺ ബൈ ഹ്യൂമൺ ആയിരിക്കണം.
ഡൺ ബൈ ഹ്യൂമൺ ആയിരിക്കണം. രണ്ടെന്താണ്? രണ്ട് ടു ഇഞ്ചറി കോസ്ഡ് ടു എന്ന് പറയേണ്ട, സ്പെസിഫിക് ആവണ്ട. മൂന്നാമത്തത് അതർ പേഴ്സൺ എന്ന് പറയാൻ പറ്റില്ല, അതർ പേഴ്സൺ ഓർ സൊസൈറ്റി ആകാമല്ലോ. മൂന്നാമത്തത് മെൻസ്രിയ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോടെ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇനി നാലാമത്തത്, നാലാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. നാലാമത്തെ ഒരു രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നാലാമത്തത് ഇന്റൻഷൻ. എപ്പോഴും പലരും തെറ്റിക്കുന്ന കാര്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റൻഷൻ ആൻഡ് മോട്ടീവ്. എല്ലാവരും തെറ്റിക്കുന്നതാണ് ഇന്റൻഷനും മോട്ടീവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആദ്യം നമുക്ക് ഇന്റൻഷൻ എന്താണ് എന്ന് പറയൂ. ഇന്റൻഷൻ എന്താണ്? ഇന്റൻഷൻ what they accused. Does mens rea cover intention? ഒന്ന് നോക്കണം. ഓക്കെ, മെൻസ്രിയ, എനിക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലല്ലോ. മെൻസ്രിയ ഇന്റൻഷനെ കവർ ചെയ്തിട്ട് നോട്ട് ക്ലിയർ. ഓക്കെ, വാട്ട് ഡസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, വാട്ട് ഡസ് what the accused wants to happen. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഓക്കെ, ഞാനൊരു വടി എടുത്തുകൊണ്ട് ഒരുത്തന്റെ തലക്കിട്ട് ഒരു അടി വെച്ച് കൊടുക്കുകയാണ്. ഞാനൊരു വടി എടുത്തുകൊണ്ട് ഒരുത്തന്റെ തലമണ്ടയ്ക്ക് ഒരു അടി വെച്ച് കൊടുക്കുകയാണ്. സോ അവിടെ ഞാൻ അടിക്കുന്നത്, ഐ ആം ബ്ലോയിങ് ഹിം വിത്ത് ദി ഇന്റൻഷൻ ടു കിൽ. അപ്പം what the accused wants to happen is the death of the person, അല്ലേ? നമ്മൾ ആ പർട്ടിക്കുലർ ആക്ട് ചെയ്യുന്നത് മസ്റ്റ് kill the other person. അതുകൊണ്ടല്ലേ നമ്മൾ അവനെ വടിയെടുത്ത് അടിക്കുന്നത്, അല്ലേടേ? സോ അതാണ് ഇന്റൻഷൻ, മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഇന്റൻഷൻ. നൗ മോട്ടീവ്. നൗ ടെൽ മീ വാട്ട് ഈസ് മോട്ടീവ്. ഇന്റൻഷൻ മനസ്സിലായി, മോട്ടീവ് എന്താണെന്ന് പറയൂ. why does, എന്തിനാണ് ഈ അക്യൂസ് ഇവനെ അടിക്കുന്നത്? ഒരു മോട്ടീവ് ആണല്ലോ. ഇപ്പൊ എന്തിനാണ് ഞാനും അവനും നിന്ന സമയത്ത് അവൻ എന്നെ കളിയാക്കി, അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അവൻ പുറത്തു പറഞ്ഞ് എന്നെ അപമാനിച്ചു. അതെന്താണ്? അതൊരു മോട്ടീവാണ്, മനസ്സിലായോ? അപ്പം ഇന്റൻഷനും മോട്ടീവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോട്ടീവ് പ്രോംസ് ഇന്റൻഷൻ എന്നാണ് പറയുക. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. മോട്ടീവ് പ്രോംസ് ഇന്റൻഷൻ. അപ്പൊ കൃത്യമായിരിക്കണം എന്താണ് മോട്ടീവ് പ്രോംസ് ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോട്ടീവ്, ഒരുത്തൻ എന്നെ ചീത്ത പറഞ്ഞു, എന്നെ അപമാനിച്ചു, പൊതുസ്ഥലത്ത് വെച്ച് പബ്ലിക്കിന്റെ ഇടയിൽ വെച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞ് എന്നെ അപമാനിച്ചു. മോട്ടീവ്. അപ്പൊ എനിക്കുണ്ടായ അപമാനത്തിന് എനിക്ക് തിരിച്ചു ചെയ്യണം. ആ അപമാനത്തിന് എനിക്ക് തിരിച്ചു ചെയ്യണമെങ്കിൽ എനിക്ക് എന്തുണ്ടാകണം? എന്റെ ഉള്ളില് അവനെ കൊല്ലണം എന്നൊരാഗ്രഹം ഉണ്ടായി, മനസ്സിലായോ? അപ്പൊ സത്യത്തിൽ എനിക്കന്ന് അപമാനമേറ്റത് കൊണ്ടല്ലേ? യെസ്, എനിക്കന്ന് അപമാനമേറ്റത് കൊണ്ടാണ് അവനെ കൊല്ലണമെന്ന ആഗ്രഹം എന്റെ ഉള്ളിൽ വന്നത്. സോ അതുകൊണ്ടാണ് പറയുക മോട്ടീവ് പ്രോംസ് ഇന്റൻഷൻ. കൃത്യമായിട്ട് മനസ്സിലാക്കണം. മോട്ടീവ് പ്രോംസ് ഇന്റൻഷൻ. യെസ്, കിട്ടിയോ?
പോയിന്റ് കിട്ടിയോടെ? മോട്ടീവും ഇന്റൻഷനും കിട്ടിയോ? യെസ്, ദിസ് ഇന്റൻഷൻ. ഇനി ഇന്റൻഷനെ കുറിച്ച് പറയുമ്പോൾ ഇന്റൻഷൻ includes knowledge as well. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ വടിയെടുത്ത് അവന്റെ തലക്ക് അടിച്ചു കഴിഞ്ഞാൽ അവന്റെ തല പൊട്ടുമെന്നും ആ തല പൊട്ടുന്നതിലൂടെ അവൻ ചാകുമെന്നും തല പൊട്ടുന്നതിലൂടെ അവൻ ചാകുമെന്നും ഉള്ള നോളജ്, അറിവെനിക്കുണ്ട്. അങ്ങനെ അറിവെനിക്കുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ഒരു അറിവെനിക്കുണ്ട് എങ്കിൽ ഞാൻ ആ ഇന്റൻഷനോട് കൂടി അത് ആയി കഴിഞ്ഞു. മനസ്സിലായോ? ഞാൻ കുറച്ച് സിനിമകളൊക്കെ വെച്ച് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇവിടെ? ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? യെസ്, ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? യെസ്, 100%. 100%. അതായത് ഈ മോട്ടീവ് ഉണ്ടാകുന്നു, മോട്ടീവിൽ നിന്ന് ഇന്റൻഷൻ ഉണ്ടാകുന്നു. ആ ഇന്റൻഷൻ എന്ത് ചെയ്യുന്നു? ഇന്റൻഷൻ ഓഫൻ റിസൾട്ട്സ് ഇൻ എ ഗിൽറ്റി മൈൻഡ്. ഓക്കെ, ഈ ഗിൽറ്റി മൈൻഡ് ആണ്, അതായത് മെൻസ്രിയ. ഗിൽറ്റി മൈൻഡ് നമ്മള് മെൻസ്രിയ എന്നാണ് പറയുക. മെൻസ്രിയ മേക്സ് ആക്ടസ് റിയസ്. മതിയടെ? മെൻസ്രിയ കോസസ് ആക്ടസ് റിയസ് ടു happen. പോയിന്റ് കിട്ടിയോ? യെസ്, പോയിന്റ് കിട്ടിയോടെ? So shall I wind up? So shall I wind up for the day? Okay then, thank you and good night. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യെസ്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? യെസ്, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇങ്ങനെ പോയാൽ മതിയോ? നമ്മൾ ഒരു ദിവസം ഒരു 2-3 കേസുകളൊക്കെ പറയുകയുള്ളൂ. ഓക്കെ, ഒരുപാട് കേസുകൾ ഞാൻ അങ്ങനെ എന്റർടൈൻ ചെയ്യില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയ കേസുകൾ പറഞ്ഞു പോകും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയ കേസുകൾ പറഞ്ഞു പോകും. So shall I wind up for the day? Okay, thank you.